നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സന്ദേശം നൽകി. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതോണിയിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയും വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊഡക്ഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന തിരക്കഥ ശില്പശാലയ്ക്ക് തുടക്കമായി. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ മെക്കാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. വർഷം പിന്നിട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നവീകരിച്ച നെടിയശാല ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടന്നു. വാർത്തകൾ വിശദമായി. 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന വിപുലമായ സ്വാതന്ത്ര്യദിന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയും പോലീസിന്റെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഒരു ദുരന്ത മുഖത്ത് നിന്നാണ് നമ്മൾ അതിജീവിച്ചു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതായി സ്വാതന്ത്ര്യ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. രാജ്യത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. വികസന ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ലെന്നും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ഡോക്ടർ അപർണ O IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഷിയാസ് S ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ KV ഗിരീഷ് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജ്യോതികുമാർ B നയിക്കുന്നു. ഒരു ദുരന്തമുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും.
1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകമുറങ്ങിയപ്പോൾ ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിലേക്കും കൺതുറന്നു. അന്ന് ത്രിവർണ പതാക ഉയർത്തി പ്രതീക്ഷയുടെ നറുവെളിച്ചം പരത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തോട് പറഞ്ഞു, വരും ദിനങ്ങൾ എളുപ്പമുള്ളതോ വിശ്രമത്തിൻ്റേതോ അല്ല, നിരന്തര പ്രയത്നത്തിൻ്റെ കാലമാണ് വരുന്നത്. നമ്മളോട് ചെയ്ത പ്രതിജ്ഞകളും ഇന്ന് കൈക്കൊള്ളുന്ന പ്രതിജ്ഞയും യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും. ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. പട്ടിണിയും നിരക്ഷരതയും രോഗപീഠകളും അസമത്വവും ഇല്ലാതാക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നാണ് നമുക്കിടയിലെ മഹത് വ്യക്തികൾ ആഗ്രഹിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. പക്ഷേ കണ്ണീരും കഷ്ടപ്പാടുമുള്ള കാലത്തോളം നമ്മുടെ കഠിനാധ്വാനം അവസാനിക്കുന്നില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യദിനത്തിൽ പുതുയുഗ കേരളത്തിന് വേണ്ടി നമുക്കും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ആധുനികമായ കേരളം, പുത്തൻ ആശയങ്ങളുടെ കേരളം, സമൃദ്ധിയും സന്തോഷവുമുള്ള കേരളം, സുരക്ഷിത കേരളം, ഇന്ത്യക്ക് വഴികാട്ടിയാകുന്ന കേരളം. ഇതിനായി ശ്രമിക്കുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ വ്യക്തമായി മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ, തുല്യതയും നീതിയും പ്രകൃതിക്കിണങ്ങുന്നതും കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തുള്ളതുമായ വികസനം എന്നിവയാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സന്ദേശം നൽകി. യുവജനങ്ങൾ രാജ്യത്തിന്റെ മതേതരം കാത്തുസൂക്ഷിക്കണമെന്നും സാംസ്കാരിക പൈതൃകത്തിന് ഊന്നൽ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി DJ പീറ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സന്ദേശം നൽകി. ജാതിമത വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരം കാത്തുസൂക്ഷിക്കുന്നതിനും സാംസ്കാരിക പൈതൃകത്തിനും ഊന്നൽ നൽകി മുന്നോട്ട് വരണമെന്ന് രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്കും നമ്മുടെ പരിപാവനമായ മതേതരത്വത്തിനും നമ്മുടെ ജനാധിപത്യത്തിനുമൊക്കെ വലിയ ഭീഷണി ഉയർത്തുന്ന നിരവധിയായ സംഭവങ്ങളാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 80ാമത് വാർഷികം ഇന്ത്യയിലെ രാജ്യസ്നേഹികൾ കൊണ്ടാടുമ്പോൾ നമ്മെ എല്ലാവരെയും ഏറെ വേദനയോടെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങളുടെ കാലം. നവമാധ്യമങ്ങളാണ് മനുഷ്യരുടെ ചിന്തയും നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന എന്ന തലത്തിലേക്ക് വഴിതെറ്റി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നവമാധ്യമങ്ങളിൽ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ കുറിച്ചുള്ള ഒരു പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ വളരെ ഗൗരവമായി നമ്മൾ കാണുന്നു. ഇവരുടെ ഒന്നും കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരെ പറ്റി ചിലരെങ്കിലും ചിന്തിക്കുന്നു എന്നത് BJP നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10-11 വർഷമായി രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു അജണ്ടയുടെ പരിണിത ഫലമാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് യോഗത്തിൽ പതാക ഉയർത്തി. DC ജനറൽ സെക്രട്ടറി DJ പീറ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. VE താജുദ്ദീൻ, ജാഫർ ഖാൻ മുഹമ്മദ്, ജോയി മൈലാടി, CS മഹേഷ്, S. ഷാജഹാൻ, റോബിൻ മൈലാടി, ജയകുമാർ, MH സജീവ്, രാജേഷ് ബാബു, അഡ്വക്കേറ്റ് സണ്ണി,
OK അഷ്റഫ്, റഷീദ് കാപ്രാട്ടിൽ, KA ഷഫീഖ്, KM ഷാജഹാൻ, സുലൈമാൻ ഹമീദ്, സാബു വടശ്ശേരി, ആഗസ്തി ആലപ്പാട്ട്, ജോമോൻ ഓലിയിൽ, KH നൌഷാദ്, TH ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗാനന്തരം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ TK അബ്ദുൾ ഖാദർ, MJ ജോസഫ്, AK കനി, വിശ്വനാഥൻ ആചാരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതോണിയിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വന്ദേ മാതരം ചൊല്ലി സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത മഹാത്മാക്കളെ അനുസ്മരിച്ചു. ദേശീയ പതാകയേന്തി BJP പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത യാത്രയിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ ത്യാഗങ്ങൾ അനുസ്മരിക്കുകയും ദേശീയ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാവിലെ 10:30 ചെറുതോണിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം BJP കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ നിർവഹിച്ചു. നമ്മൾ പലപ്പോഴും വീരസവർക്കരെയും അതേപോലെ തന്നെ പട്ടേലിനെയും ഒക്കെ തന്നെ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വഹിച്ച മഹത്തായ പങ്കിനെ മറക്കുന്നത് ഈ രാജ്യത്ത് അവരോട് ഈ രാജ്യവും രാജ്യത്തെ ജനങ്ങളും അവരോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ പുറത്താണ് സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ എങ്ങനെ നമുക്ക് വീരസവർക്കറെ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റും? എന്തേ വീരസവർക്കറെ തമസ്കരിക്കണം എന്ന് ഈ രാജ്യത്ത് ചിലർക്കെങ്കിലും ഇത്ര കടുത്ത താല്പര്യം ഉണ്ടാവാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ സംഭാവന ചെറുതാണോ? നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം നമ്മൾ സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം മാത്രമല്ല ഈ 80 വർഷം എന്ന് പറയുന്നത്, 80ാം വർഷം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ വെട്ടുമുറിച്ച വിഭജനം, ആ വിഭജനത്തിന്റെ നീറുന്ന ഓർമ്മകൾ ഈ 80ാം വർഷവും ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം, 80ാം സ്വാതന്ത്ര്യ ദിനം എന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമെന്ന് നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം തന്നെ വിഭജനത്തിന്റെ നീറുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ 80ാം സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രവർത്തകർ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ചടങ്ങിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ദേശീയ പതാകയെ ആദരിച്ചും സ്വാതന്ത്ര്യദിന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുമാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. BJP നേതാക്കളായ P രാജൻ, രതീഷ് വരുകമല, ഷാജി നെല്ലിപ്പറമ്പൻ, ലീന രാജു, സുരേഷ് മീനത്തേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഫിലിം സൊസൈറ്റിയും വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊഡക്ഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന തിരക്കഥ ശില്പശാലയ്ക്ക് തുടക്കമായി. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ മെക്കാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാതാവ് അനിമോൻ നന്ദനം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക സിനിമയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണെന്ന് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ മെക്കാർട്ടിൻ അഭിപ്രായപ്പെട്ടു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയും വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊഡക്ഷൻസും സംയുക്തമായി തൊടുപുഴ PWD റെസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ച തിരക്കഥാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ചിത്രങ്ങൾ ഞങ്ങളന്ന് കാണുവാൻ ഞങ്ങൾക്കന്ന് സാധിച്ചു. നിങ്ങൾക്കും അത് സാധിച്ചു. ഈ തിയേറ്ററിൽ പോയി നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ഈ ഫിലിം സൊസൈറ്റിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിപ്പോൾ അവസാനമായിട്ട് പ്രവർത്തിച്ചത് അബുദാബി ഫിലിം ഫെസ്റ്റ്, അതിൻ്റെ മലയാളം ചാപ്റ്റർ ചെയർമാനായിരുന്നു. ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിൻ്റെയും മലയാളം ചാപ്റ്റർ ചെയർമാനായിരുന്നു. പിന്നെ എനിക്കൊരു സ്വപ്നമുണ്ട്. ഫിലിം സൊസൈറ്റി നമ്മൾ കുറേ ചെയ്തുവെങ്കിലും ഞാനും എൻ്റെ സുഹൃത്ത് സോഹൻ സീനുലാലും കൂടി ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബീച്ച് ഫിലിം ഫെസ്റ്റ്. ഒരു ബീച്ചിൽ നമുക്ക് ഒരു ഫിലിം ഫെസ്റ്റ് ചെയ്യണം. വിദേശ സിനിമകളും വിദേശത്തു നിന്നെല്ലാം ആളുകൾ വരണം. ഒരു ക്യാമ്പ് ഫയർ, അവിടെ ഒരു ഫോറം ഇതൊക്കെ വെച്ചിട്ട് ഒരു ബീച്ച് ഫിലിം ഫെസ്റ്റ് അതെന്തെങ്കിലും നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്തായാലും തിരക്കഥയെക്കുറിച്ച് ഞാൻ ഇതിന് ശേഷം, ഈ സെഷൻ അവസാനിച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊന്ന് പറയാം. തൽക്കാലം നമുക്കിത് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു ശില്പശാല നല്ല സഹകരണത്തോടെ എനിക്ക് വ്യക്തമായി കാണാം. ദ്വിദിന തിരക്കഥ ശില്പശാലയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്.
നിർമ്മാതാവ് അനുമോൻ നന്ദനം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാറ്റോഗ്രാഫർ പ്രദീപ് ബദർ ജോർജ് ചിത്രശാല അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്യാമ്പ് ഡയറക്ടറും സംവിധായകനുമായ ദിലീഷ് കരുണാകരൻ, ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ എം മഞ്ജുഹാസൻ, UA രാജേന്ദ്രൻ, V ജയചന്ദ്രൻ, വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അൻസൽ അസീസ് എന്നിവർ സംസാരിച്ചു. തിരക്കഥാകൃത്തുക്കളായ PT രവിശങ്കർ, R ജയകുമാർ, സുഹാസ് എന്നിവർ ക്ലാസ് നയിച്ചു. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 32 പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓണം പ്രമാണിച്ച് പൊതുവിതരണ വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വിലക്കയറ്റം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിശോധന. സ്ക്വാഡിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ, ഫുഡ് ആൻഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി, പോലീസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവരാണുള്ളത്. ക്രമക്കേടുകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഓണം പ്രമാണിച്ച് പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി പൊതുവിതരണ വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് നെടുങ്കണ്ടത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇടുക്കി ജില്ലാ കളക്ടർ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു. സ്ക്വാഡിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ, ഫുഡ് ആൻഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി, പോലീസ് വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പ്രധാനമായും ഹോട്ടലുകൾ, പച്ചക്കറി കടകൾ, ഇറച്ചി, മീൻ വ്യാപാര സ്ഥാപനങ്ങൾ, പലചരക്കു കടകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്ഥാപനങ്ങളിൽ വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക, ലൈസൻസ് സൂക്ഷിക്കാതിരിക്കുക, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക, കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ വിൽപ്പന നടത്തുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഓണവുമായി ബന്ധപ്പെട്ട് പൊതുവിപണിയിലെ വിലക്കയറ്റം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറുടെ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ, പോലീസ്, ഭക്ഷ്യ സുരക്ഷാ വിഭാഗം, ലീഗൽ മെട്രോളജി എന്നിവയിലാണ് കൂടി ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. കടകളിലെല്ലാം കയറി വിലവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, കടകളിലെ ലൈസൻസ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ലൈസൻസ് പുതുക്കാത്ത ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരുന്നു. പരിശോധിച്ചില്ലാത്ത കടകൾക്കെതിരെ നടപടിയെടുക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. 3 കടകൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ നടപടി സ്വീകരിക്കുന്നത്. പരിശോധനയ്ക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ റോയി തോമസ്, താലൂക്ക് ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് TA പ്രദീപ്, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആൻമേരി ജോൺസൺ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ JS ജിബിൻ, സിവിൽ പോലീസ് ഓഫീസർ അജിത് കൃഷ്ണൻ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോസഫ്, R ബിനീഷ്, കൃഷ്ണേന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണം വരെ ഉടുമ്പൻചോല താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ തുടരുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. നവീകരിച്ച നെടിയശാല സെന്റ് മേരീസ് ദേവാലയം എല്ലാവർക്കും പ്രത്യാശയുടെ ഒരിടമായി തീരട്ടെ എന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നവീകരിച്ച ദേവാലയ കൂദാശ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം രൂപത വികാരി ജനറൽ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ സന്ദേശം നൽകി. 1027 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആത്മീയശോഭയ്ക്ക് മാറ്റുകൂട്ടി നിൽക്കുന്ന മലനാടിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന കോതമംഗല രൂപതയിലെ നെടിയശാല പള്ളിക്ക് സ്വർഗാരോപണ തിരുനാൾ ഇരട്ടി മധുരത്തിന്റെ നിമിഷങ്ങൾ. AD 999 സ്ഥാപിതമായ സെന്റ് മേരീസ് ദേവാലയം നവീകരണ ശേഷം കൂദാശ ചെയ്ത് സമർപ്പിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് കോതമംഗല രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിച്ചു.
ശുശ്രൂഷാ നിർവഹണത്തിനുമായി ഈ ബലിപീഠവും ദേവാലയവും പുനർനിർമ്മിക്കുകയും വേർതിരിക്കുകയും ബോധീകരിക്കുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഭോജ്യതയ്ക്കിണങ്ങാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വെടിപ്പായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവയ്ക്കും ഈ പ്രദേശത്തിനും ജനങ്ങൾക്കെല്ലാവർക്കും നിരന്തരമായ ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. ഇടവക വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ സ്വാഗതം ആശംസിച്ചു. ഇടവക ജനത്തിന്റെ ദീർഘനാളത്തെ പ്രാർത്ഥനയും കഠിനാധ്വാനവുമാണ് ഈ മനോഹരമായ ദേവാലയമെന്ന് ഇടവക വികാരി പറഞ്ഞു. പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയം എല്ലാവർക്കും പ്രത്യാശയുടെ ഒരിടമായി തീരട്ടെ എന്ന് അഭിവന്ദ്യ പിതാവ് ആശംസിച്ചു. 1027 വർഷത്തെ പഴക്കമുള്ള ദേവാലയവും ഈ ദേവാലയമല്ല സൂചിപ്പിച്ചല്ലോ, ക്രൈസ്തവൻ പറഞ്ഞല്ലോ, ചരിത്രം പറഞ്ഞായിരുന്നു. ഇവിടെ ധാരാളം പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളതാണ്. ഇനിയും ലക്ഷോലക്ഷം വന്ന് പ്രാർത്ഥിക്കാനുള്ളതാണ്. ഈ ദേവാലയം വളരെ മനോഹരമായിട്ട് നവീകരിച്ച് പണിയുവാനായിട്ട് പണി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. നമുക്ക് 6 മാസം കൊണ്ട് പണി കഴിഞ്ഞു. ജെറുസലേം ദേവാലയം 48 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയെന്ന് നമ്മൾ 6 മാസം കൊണ്ട് പൂർത്തിയാക്കി. ഇതെങ്ങനെ സാധിക്കുന്നത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല അല്ലേ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് സഹകരിച്ച് വലിയ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ അത്ഭുതം ഇവിടെ നടന്നതെന്ന് ഞാൻ പറയും. രൂപത ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ വചന സന്ദേശം നൽകി. നെടീശാല പള്ളിയുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയുടെ ഘട്ടങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം രൂപത കുടുംബത്തിന് നെടീശാല പള്ളിയുടെ വളർച്ചയിലുള്ള അഭിമാനവും സന്തോഷവും പങ്കുവെക്കുകയും ചെയ്തു. വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് നെടീശാലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന ഒരു നിലവാരത്തിലേക്ക് പള്ളിയും പരിസരവും മാറി എന്നതിന്, അതിന് ഉയർത്തി എന്നതിന് ബഹുമാനപ്പെട്ട സച്ചിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. രൂപത കുടുംബത്തിന്, പിതാവിനും അച്ഛന്മാർക്ക് എല്ലാവർക്കും വളരെ അഭിമാനത്തിന്റെ വിഷയമാണ്. കാരണം 1999 തൊട്ട് തീർത്ഥാടന കേന്ദ്രമായിരുന്ന, വർഷങ്ങളായി തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഈ നെടീശാലയിൽ ഇത്ര മനോഹരമായ ദേവാലയം ഉയരുമെന്ന് അല്ലെങ്കിൽ മനോഹരമാക്കപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എത്ര പെട്ടെന്ന് മാറിയേ. 1599 നമ്മുടെ ഗോവൻ ആർച്ച് ബിഷപ്പ് അലക്സിസ് ബെനഡിക്ട് സന്ദർശിക്കുമ്പോൾ ഈ ദേവാലയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. റൗളിയിൽ 1946 എഴുതുമ്പോൾ ദേവാലയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പെരുഞ്ചൂട്ടിൽ 1956 പറയുമ്പോഴും ഈ ദേവാലയത്തിന് ആനകളുണ്ട് എന്ന് പറയുന്നു. 1795 പൗലോസ് ഫാദർ എഴുതുമ്പോഴും ആനയുടെ സാമീപ്യമുള്ള പ്രദേശം ആണ് ഇവിടെ നിന്നറിഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആയിരിക്കില്ല ആ ദേവാലയം. അന്ന് ആനകുത്തിയൊക്കെ പോയി എന്ന് പറയുന്ന ദേവാലയം എല്ലാം കൂടെ മാറിയിട്ടാണ്. ഇവിടെ ദേവാലയം പതുക്കെ ഈ പ്രദേശത്ത് വന്നു. ആ ദേവാലയം 1920 ഏകദേശം 125 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയം ആയി തുടങ്ങിയ രണ്ടാമത്തെ ഇടം പിന്നെ വളർന്ന് പന്തലിച്ച് 1920 പോലും സ്ഥിരം വികാരി ഇവിടെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വന്നു പോയിക്കൊണ്ടേയിരുന്നു. കൊച്ചിക്കും പുരിതരിച്ചിരിക്കുന്ന വർഷത്തിലൊക്കെ. ദേവാലയ നിർമ്മാണത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ നന്ദി രേഖപ്പെടുത്തി. ദേവാലയ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ചവരെ മൊമന്റോ നൽകി ആദരിച്ചു. ദേവാലയ കവാട വെഞ്ചരിപ്പ് രൂപത ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീവൻ മഠത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷകൾ നെടീശാല ദേവാലയ ചരിത്രത്തിലേക്ക് ഒരു പൊന്തൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തിന്റെ കെടാവിളക്കായി നീറുന്ന മനുഷ്യ മനസ്സുകളിൽ മാതൃസ്നേഹത്തിന്റെ സാന്ത്വനം പകർന്ന് നസ്രാണിത്തന്മയുടെ സജീവ സാക്ഷിയായി നിലകൊള്ളുന്ന ഈ ദേവാലയം അത്ഭുത രോഗസൗഖ്യങ്ങളുടെയും മാനസാന്തരങ്ങളുടെയും പ്രഘോഷണവേദിയായി മാറി. വിശ്വാസത്തിന്റെ വലിയ അടയാളങ്ങളായി നിലകൊള്ളുന്ന നെടിയാലയമ്മയുടെ അത്ഭുത ചരിത്രം പേറുന്ന രൂപവും അത്ഭുത കിണറും ദേശദേശാന്തരങ്ങളിൽ പ്രശസ്തി നേടിയ പിടിനേർച്ചയും മഡോണ ക്രിസ്റ്റി രൂപവുമെല്ലാം നെടീശാല പള്ളിയുടെ ഭൂഷണങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, നെടീശാല. SDPI വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി അഫ്സൽ MP പതാക ഉയർത്തി.
100 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന സ്മരണകൾ ഉണർത്തി. തുടർന്ന് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. SDPI വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വണ്ണപ്പുറം ടൗണിൽ SDPI ജില്ലാ സെക്രട്ടറി അഫ്സൽ MP പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ VM ജലീൽ, തൊടുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് PK ഷാജഹാൻ, വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH റഫീഖ്, പഞ്ചായത്ത് സെക്രട്ടറി PA ഷാനവാസ്, ജോയിന്റ് സെക്രട്ടറി ഫൗസിയ ഷാനവാസ്, കമ്മിറ്റി അംഗം റഫീഖ് ബഷീർ, ഫൈസൽ കാനാപ്പറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 100 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുച്ചരിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമാക്കിയത്. ശിവറാം താക്കൂർ, അലിഗാർ ടിപ്പു, ബഹദൂർ ഷാ സഫർ, ഝാൻസി റാണി ലക്ഷ്മിഭായ്, രവീന്ദ്രനാഥ ടാഗോർ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, സരോജിനി നായിഡു, അസറുദ്ദീൻ സാഹിബ്, സുരേന്ദ്രനാഥ് ബാനർജി, തുടർന്ന് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാതൃകാപരമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് തലയനാട് മാതൃഭവൻ UP സ്കൂൾ. നാടിന്റെ അഭിമാനമായ പൂർവ്വ സൈനികർക്ക് പ്രൗഢഗംഭീരമായ ആദരമൊരുക്കിയാണ് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കക്കുഴി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സൈനികരെ ആദരിച്ച് തലയനാട് മാതൃഭവൻ UP സ്കൂൾ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1965, 1972 കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും പങ്കെടുത്തവരെയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ സേവനം അനുഷ്ഠിച്ചു വരുന്നവരുമായ ധീര ജവാന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ അലക്സ് താണിക്കുന്നിൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബീന ജോസഫ് സ്വാഗതം ആശംസിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെമ്പാടും സ്വാതന്ത്ര്യദിനാഘോഷം കൊണ്ടാടുകയാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. കാരണം പഴയകാല 80 വർഷം മുമ്പുള്ള ഈ കഥകളെപ്പറ്റി ഇപ്പോൾ ഒരുപക്ഷെ ആളുകളാരും ചിന്തിക്കുന്നുണ്ടാവില്ല. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പ്രത്യേകിച്ച് പുതിയ തലമുറ ഓർക്കണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഈ സമയങ്ങളിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്കൊരു തോന്നിയൊരു കാര്യം. MM തോമസ് മുണ്ടിയാങ്കൽ, CM ജോസഫ് ചിങ്ങംതോട്ടത്തിൽ, PG മാർക്കോസ് പട്ടാങ്കുളം, തോംസൺ CT, CP ജോസഫ്, ടോമി മാത്യു, സെഞ്ചിൻ തുടങ്ങിയ സൈനികരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഇങ്ങനെ ഒരു ആദരം റിട്ടയർമെൻറ്റിന് ശേഷം ആദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. തൊടുപുഴയിൽ വിമുക്തഭടന്മാരുടെ ഒരു ഓഫീസുണ്ട്. പലപ്പോഴൊക്കെ അവിടെ പ്രകടനത്തിനൊക്കെ പോകാറുണ്ട്. ഇന്നുണ്ടാകേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് വരാനൊരു ഫലം മടി കാണിച്ചത്. ഉണ്ടെങ്കിൽ അവിടെ പോയി എൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടതായിരുന്നു ഒരു ഭാരവാഹി എന്ന നിലയിൽ. അതിന്നില്ലായിരുന്നുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു. ഞാൻ പഠിച്ച ഈ സ്കൂളിൽ കെട്ടിടം വന്ന് ഇവിടെ ഇല്ല, പഴയ കെട്ടിടമാണ്. അവിടെ 1 മുതൽ 4ാം സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. 4ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് കലയന്താനിക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അത് കഴിഞ്ഞ് മേളയിൽ നിന്ന് PDC എടുത്തു. അത് കഴിഞ്ഞ് 82-ൽ നടന്ന റിക്രൂട്ട്മെൻറ്റ് റാലി പങ്കെടുക്കുകയും സെലക്ഷൻ കിട്ടുകയും നേവിയിൽ ചേരുകയും ചെയ്തു. ആദ്യത്തെ പോസ്റ്റിങ്ങും വിശാഖപട്ടണത്തായിരുന്നു. അതിനുശേഷം ബോംബെയിലും അവസാനം കൊച്ചിയിലും ഉണ്ടായിരുന്നു. ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ അംഗത്വം പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരും രാഷ്ട്രവും നൽകിയ ഈ ആദരത്തിന് പ്രത്യേകം നന്ദി അർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുജാ ചന്ദ്രശേഖരൻ, ജാൻസി മാത്യു, വാർഡ് മെമ്പർമാരായ രാജൂസ് കറിയ, സിൽവി ബിജു, ഫ്രാൻസിസ് പടിഞ്ഞാറേടത്ത്, തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റും പങ്കെടുത്തു. ബ്യൂറോ, തലയനാട്. വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലും രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. വില്ലേജ് ഓഫീസർ ഷാജി NS, മെഡിക്കൽ ഓഫീസർ സുമയ്യ K എന്നിവർ പതാക ഉയർത്തി സന്ദേശം നൽകി.
ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധിരംഗ തവ ശുഭനാമ. വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. വണ്ണപ്പുറം വ്യാപാര ഭവന് മുന്നിൽ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി നൌഷാദ് KH, ട്രഷറർ MG പ്രിൻസ് ഉൾപ്പെടെ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. തുടർന്ന് മധുരപലഹാര വിതരണം നടത്തി. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധിരംഗ. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ വണ്ണപ്പുറം മർച്ചൻ്റ് അസോസിയേഷൻ അതിനെ ആദരപൂർവ്വം കാണുന്നു. അതിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകളും ഈ അവസരം നേരുന്നു. സുവർണസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഭാരതത്തെ നമ്മുടെ ദീർഘവീക്ഷണമുള്ള ദേശീയ നേതാക്കന്മാർ സകല സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ അവരെ സ്മരിക്കുന്നതോടൊപ്പം ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ ഭാരതരാജ്യം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാമതെത്താൻ സാധിക്കട്ടെ എന്ന് അഭിമാന പുരസ്സരം ഭാരതീയരെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നേട്ടങ്ങൾക്കായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ നിന്ന് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനാഘോഷം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വണ്ണപ്പുറം പഞ്ചായത്ത് അങ്കണത്തിൽ പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ച ശേഷം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വണ്ണപ്പുറം പഞ്ചായത്ത് അങ്കണത്തിൽ പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ച ശേഷം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 80 വർഷം തികയാണ്. നൂറുകണക്കിന് വർഷത്തെ അസ്വാതന്ത്ര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ വിദേശ ശക്തികളുടെ ആധിപത്യത്തിലായിരുന്ന ഒരു രാജ്യം 60 വർഷക്കാലം നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് സ്വതന്ത്രമായത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നീ കാര്യങ്ങൾ, അതിനെ ശരിക്കും ബഹുസ്വരത എന്ന് നമുക്ക് പറയാം. നാനാത്വത്തിൽ ഏകത്വം. ആ ബഹുസ്വരത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടുമ്പോൾ മഹാത്മാഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നവക്കാലി എന്ന് പറയുന്ന പ്രദേശത്ത് പോയി അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കലാപം നടന്ന് നൂറുകണക്കിന് പേര് കൊല ചെയ്യപ്പെട്ട ആ പ്രദേശത്ത് ഐക്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ ബഹുസ്വരത അല്ലെങ്കിൽ വ്യത്യസ്ത ജാതി മത വർഗ ഭാഷ സംസ്കാരങ്ങൾക്കതീതമായി രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്ന ആ ബഹുസ്വരത സംരക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം മാത്രമേ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നിലനിൽക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈർ, മെമ്പർ വിഘ്നേശ്വർ കെ ശശി, പഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള പോലീസും അടിമുടി മാറുന്നു. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയിലേക്ക് ഇൻസ്പെക്ടർമാർ മാറി SIമാർ വരുന്നു. 63 സ്റ്റേഷനുകളിൽ വനിതകൾ SHOമാരാവുന്നു ചരിത്രപരമായ മാറ്റമാണ്. ഇടുക്കി ജില്ലയിലെ 3 വനിതാ SHOമാരിൽ ഒരാൾ മുട്ടം പോലീസ് സ്റ്റേഷനിലാണ്. ശ്രീദേവി KS ആണ് മുട്ടം പോലീസ് സ്റ്റേഷന്റെ പുതിയ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇടുക്കി ജില്ലയുടെ വാണിജ്യ വിദ്യാഭ്യാസ മേഖലകളിലൊന്നായ മുട്ടത്തിന്റെ ചുമതല
SI KS ശ്രീദേവിയുടെ കയ്യിൽ ഭദ്രം. പ്രധാനപ്പെട്ട കോടതി സമുച്ചയം, തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജ്, റൈഫിൾ ക്ലബ്ബ്, വിനോദസഞ്ചാര കേന്ദ്രമായ മലങ്കര ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ സ്റ്റേഷൻ അതിർത്തിയിൽ ക്രമസമാധാന പാലനത്തിനും ജനമൈത്രി പോലീസ് പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുവാനാണ് തീരുമാനം. കൂടാതെ ജില്ലാ ആസ്ഥാനമായ പൈനാവിലെ വനിതാ പോലീസ് സ്റ്റേഷന്റെ സാരഥ്യം SI ആതിര പവിത്രനും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇനി SI കൃഷ്ണപ്രിയ ഉണ്ണിയും ഏറ്റെടുത്തു. പോലീസ് സേനയിലെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം ഇടുക്കിയുടെ സവിശേഷമായ ഭൂപ്രകൃതിയും സാമൂഹിക സാഹചര്യങ്ങളും മനസ്സിലാക്കി മികവുറ്റ രീതിയിൽ സേവനം നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൺപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ സന്ദേശം നൽകി. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതോണിയിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയും വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊഡക്ഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന തിരക്കഥ ശില്പശാലയ്ക്ക് തുടക്കമായി. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ മെക്കാർട്ടൻ ഉദ്ഘാടനം ചെയ്തു. വർഷം പിന്നിട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നവീകരിച്ച നെടീശാല ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.